ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ഓണർമാരുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പെർമിറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ നാലോ അഞ്ചോ ഫോർ എക്സാമ്പിൾ നാലോ അഞ്ചോ ഓണർമാർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സിറ്റിസൺ വാലിഡേഷൻ നടത്തുമ്പോൾ 5 പേരിലേക്ക് OTP പോകും. അതുപോലെ തന്നെ 5 പേരും OTP വാലിഡേഷൻ ചെയ്യും. ആ സ്ഥിതി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അത് ഒരാളിലേക്ക് ചുരുക്കണം. അതായത് നമ്മൾ ആദ്യത്തെ ഇതിന്റെ ഓണറിന് ആദ്യം കിടക്കുന്ന ഓണറിലേക്ക് നമ്മൾ ഏകോപിപ്പിച്ച് നമുക്ക് ഒരാളിലേക്കായിട്ട് നമുക്ക് OTP വാലിഡേഷൻ ചുരുക്കണം. പക്ഷെ അത് പോലെ നമുക്ക് പെർമിറ്റിന് 5 പേരുടെയും പേര് വരും ആ രീതി. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഈ ഇതിൽ കാണിക്കുന്ന കേസ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഈ കേസ് സ്മാർട്ട് എന്നുള്ള സൈറ്റ് പോവുക. അതിനുശേഷം നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കാർഡ്സ് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന്റെ താഴെയായിട്ട് ലൈസൻസ് യൂസർ മാനുവൽ എന്നുള്ള ഇത് കാണാം. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി കാണിക്കുന്നു. അണ്ടർടേക്കിംഗ് ബൈ ഓണർ എന്നുള്ള പേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഈ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത PDF ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൽ കാണുന്ന കാര്യങ്ങൾ ഒന്ന് റീഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഡീറ്റെയിൽ ഓഫ് പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്യാരി ഔട്ട് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയർ. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയർ നമുക്ക് ഒരാളിലേക്കായിട്ട് ചുരുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആർക്കാണോ ഇത് ചെയ്യുന്നത് ഒരാളിലേക്ക്, അപ്പോൾ ആളുടെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ തന്നെ അഡ്രസ്സും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മളിതിൽ ടൈപ്പ് ചെയ്യാം. ഇത് ടൈപ്പ് ചെയ്യുന്നതിന് ഇത് PDF ആയിരിക്കും. നമുക്കത് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാം. ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ സൈറ്റാണ്. അല്ലാതെയും ചെയ്യാം. നമുക്ക് ഈ അണ്ടർടേക്കിംഗ് ബൈ ഓണർ എന്നുള്ളത് നമുക്ക് ഇത് ഡോക്യുമെന്റ് ഫയലാക്കിയിട്ട് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എഴുതാം. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ രീതിയിലും അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയിൽ ഡോക്യുമെന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് എൻ്റർ ചെയ്ത് അത് സ്റ്റാൻഡേർഡാണ്. ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു ഞാൻ ചെയ്യുന്നത് ആ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉപയോഗിക്കാം. ഇങ്ങനെ PDF ഡോക്യുമെന്റ് ഫയലിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ പല കൺവേർഷൻ ഉണ്ട്. PDF ഏതിലേക്ക് വേണമെങ്കിലും ഇത് കുറേ കാണുന്നത്. അതിനാണ് PDF ഡോക്യുമെന്റ് ഫയൽ. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. എനേബിൾ എഡിറ്റ് നമുക്ക് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് പോകാം. നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. നമ്മൾ ആർക്കാണ് ഓതറൈസ് ചെയ്യുന്നത്, നമ്മളെ ഈ ഓണർമാർക്ക് ഒരാളിലേക്ക് ഓതറൈസ് ചെയ്യണം. നമ്മൾ ആർക്കാണോ വേണ്ടത് അവരിലേക്ക് ഓതറൈസ് ചെയ്യണം. അടിച്ചു. അത് രണ്ടാമത് നമ്മൾ നമ്പർ ഓഫ് ഓണർ. നമ്മൾ താഴെ നമ്മൾ നമ്പർ ഓഫ് ഓണർ 1 ഇവിടെ ഡീറ്റെയിൽ മൊത്തം ഞാൻ അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓണർ 2 അടിച്ചു. ഇവിടെ നമ്പർ ഓഫ് 3 നമുക്ക് എത്രയാണോ. ഇപ്പൊ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് 3 ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് നമുക്ക് പേജ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമുക്ക് അടുത്ത പേജ് വരും. നമ്മളിത് കോപ്പി ചെയ്യാം, ഇവിടുന്ന് മാറ്റാം, എന്നിട്ട് ഫോറിലേക്ക് ഇടാം. അങ്ങനെ ചെയ്ത് പോകും. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയുന്നത്, ആദ്യത്തെ ആള് ആർക്കാണ് നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നമ്പർ ഓഫ് ഓണർ. ഇപ്പോൾ 2, 3, 4 അതുപോലെ തന്നെ 5 പേര്. ആ 5 ഓണർമാരെ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യാം. പ്ലസ് ഒരാളിലേക്ക് കൊടുക്കുമ്പോൾ ഈ വർഷത്തെ ആൾ ഏതായാലും ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതും +1 ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽ മാത്രം കൊടുത്താൽ മതി. ഇനി 1 + 2 ടോട്ടൽ ഓണർമാർ 3 ആളുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ള 2 പേരുടെ കൊടുക്കാം. ആ രീതിയിൽ ചെയ്യാം. കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ആദ്യത്തെ ആള്
ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. 2ഉം 3ഉം ഓണർമാർ, ബാക്കിയുള്ള ഓണർമാർ. അപ്പോൾ അവർ സിഗ്നേച്ചറും അവരുടെ ആധാർ നമ്പർ, അഡ്രസ്സ്, അത് അയാളുടെ പേര് എഴുതുക, അതിനുശേഷം മൊബൈൽ നമ്പർ, അതിനുശേഷം ആധാർ നമ്പർ, അതുപോലെ അഡ്രസ്സ്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിന്റ് എടുത്ത് സൈൻ ഇട്ട് രണ്ടാമത് സ്കാൻ ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നമ്മൾ പണ്ടത്തേക്ക് ബൈ ഓണർ എന്നുള്ളത് നമ്മൾ കറക്റ്റ് പേരൊക്കെ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മളിതിൽ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിലേക്ക് ആക്കി. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫയലുകൾ ഒന്നിൽ കൂടുതൽ ഓണർമാരുടെ സമയത്ത് നമുക്ക് എവിടെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളുടെ പ്ലോട്ട് ഡീറ്റെയിൽ ഓപ്പൺ ചെയ്യുക. പ്ലോട്ട് ഡീറ്റെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബേസിക് ഡീറ്റെയിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുക. ആദ്യം നമ്മളുടെ ബേസിക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. നമ്മൾ ലോക്കൽ ബോഡി ഏതാണോ, താലൂക്ക്, അതുപോലെ തന്നെ വില്ലേജ്, അതുപോലെ തന്നെ വാർഡ്, ദേശം, ഇതൊക്കെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഡീഡ് നമ്പർ അടിക്കുക. അതുപോലെ തന്നെ ഡീഡ് നമ്പർ അടിക്കുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡേറ്റ് അടിക്കുക, ഏത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അടിക്കുക. അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് അടിക്കുക. പിന്നെ TP നമ്പർ, ടെൻഡർ പേപ്പർ നമ്പർ അടിക്കുക. അതുപോലെ തന്നെ എത്രയാണ് നമ്മളുടെ പ്ലോട്ട് ഏരിയ അതടിക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇവിടെ ടൈപ്പ് ഓഫ് ദ ഓണർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ അത് പബ്ലിക് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കമ്പനി. നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് നമുക്ക് ഈ ഓണർമാർ കൂടുതൽ സമയത്ത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്പർ ഓഫ് ദ ഓണർ, നമുക്ക് ഇവിടെ ഓണർമാർ എത്രയാണ്, 3ഓ 4ഓ ആണെങ്കിൽ, അതുപോലെ തന്നെ അതിന് കൂടുതലാണെങ്കിൽ എത്ര ആളാണ് അത് എൻ്റർ ചെയ്യുക. അല്ലാത്ത കേസിൽ ഇപ്പം എൻ്റെ ഈ കേസിൽ ഞാൻ 2ആണ് എൻ്റർ ചെയ്യുന്നത്. 3ആണെങ്കിൽ 3 എൻ്റർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇത് ഓൾറെഡി ഞാൻ എൻ്റർ ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ അത് അപ്ഡേഷൻ കൊടുക്കുന്നു. അല്ലാത്ത കേസിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വരിക. നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ അത് കാണാൻ പറ്റും കൃത്യമായിട്ട്. അപ്ഡേറ്റ് കൊടുത്തു. ലാൻഡ് ഡീറ്റെയിൽ എന്നുള്ള പോർഷൻ വരും. അപ്പോൾ അതിൽ നമ്മൾ ലാൻഡ് ഡീറ്റെയിൽ കൊടുക്കുക. നമ്മളുടെ ലാൻഡ് ഡീറ്റെയിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഞാനിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാത്ത കേസുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. പുരയിടം, അതുപോലെ തന്നെ പാടി എല്ലാതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. അതുപോലെ തന്നെ റീസർവേ നമ്പർ കൊടുത്തു. സർവേ നമ്പർ ആണെങ്കിൽ, അതായത് റീസർവേ കഴിഞ്ഞാണെങ്കിൽ റീസർവേ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് ഏതാണ്, അതുപോലെ തന്നെ റീസർവേ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. സബ് ഡിവിഷന്, അതുപോലെ തന്നെ ഏരിയ എത്രയാണ്, ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇത് കാണുന്നത്. അല്ലാത്ത കേസുകൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സേവ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ ഡീഡ് അപ്ലോഡ് ചെയ്യാൻ വരും, പൊസിഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വരും, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് അപ്ലോഡ് ചെയ്യാൻ വരും. അതുപോലെ തന്നെ നമുക്ക് അതർ ലൊക്കേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ലൊക്കേഷൻ പ്ലാൻ ആവശ്യമുള്ളത് ലൊക്കേഷൻ പ്ലാൻ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഓതറൈസ്ഡ് പേഴ്സൺ ഇല്ലേ, അത് നമ്മളിവിടെ കാണാം. ഓതറൈസ്ഡ് പേഴ്സൺ ഈ PDF നമ്മൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത PDF ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാത്തടത്തോളം നമുക്കത് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അവിടെ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ഇത് അപ്ലോഡ് ചെയ്യുക. നമ്മൾ എത്രയാണോ 3ഓ 4ഓ ആണെങ്കിലും ഇവിടെ നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ആ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓതറൈസ്ഡ് പേഴ്സൺ 1 കൊടുത്തു. രണ്ടാമതിന് വേണമെങ്കിൽ വീണ്ടും ഒരു ഓതറൈസ്ഡ് പേഴ്സൻ്റെ ഇത് നമ്മളിവിടെ കൊടുക്കുന്നു. ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ളത് എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ പൊസിഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ളത് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഓണർ ഡീറ്റെയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ഓണ് സെൽഫ്, ആദ്യത്തെ നമ്മൾ സെൽഫ് കൊടുത്തു. ആദ്യത്തെ ആൾ നമ്മളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ഇത് ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യുന്നത്, ഓൾറെഡി സിറ്റിസൺ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം. ഞാൻ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നു. ഇവിടെ പോയി സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ സിറ്റിസൺ ലോഗിന് ആഡായി വരും. ആഡ് ചെയ്ത് വന്ന് ഈ രീതിയിലായിരിക്കും സെൽഫ്, അതുപോലെ തന്നെ ആളുടെ പേര്. അപ്പോൾ ഈ ഒരു പോർഷൻ എപ്പോഴും കറക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്യണം. പക്ഷെ ഇത് കമ്പൽസറി അല്ലാന്നുണ്ട്, വേണമെങ്കിൽ എൻ്റർ ചെയ്യാന്നുണ്ട് ഈ ഒരു പോർഷനിൽ. അപ്പോൾ അതല്ലെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആളുടെ പേര് വന്ന് നമ്മളുടെ ആര് സൺ ഓഫോ അല്ലെങ്കിൽ വൈഫ് ഓഫോ എന്താണ് കെയർ ഓഫോ അത് നമ്മൾ എവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ കൺട്രി അത് ഓട്ടോമാറ്റിക് വരും, സ്റ്റേറ്റ്, പിന്നെ ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ ഇതിവിടെ ലോക്കൽ ബോഡി ഏതാണ്, മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പൽ കോർപ്പറേഷനാണ്, ഗ്രാമപഞ്ചായത്താണ്. ഓണർ ഡീറ്റെയിൽ ആണ് ഇവിടെ, നമ്മളുടെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ അല്ല. പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി നേരത്തെ എൻ്റർ ചെയ്ത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോക്കൽ ബോഡി, അതുപോലെ തന്നെ സോൺ ഓഫീസ്, അതുപോലെ തന്നെ നമ്മളുടെ വാർഡ്, അതുപോലെ തന്നെ വീടിൻ്റെ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്തു. നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഹൗസ് നെയിം, അതുപോലെ തന്നെ സ്ട്രീറ്റ് നെയിം, ലോക്കൽ പ്ലേസ്, മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആധാർ നമ്പറൊക്കെ ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നു, നമ്മൾ ഇതിന് മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ടത് വീണ്ടും. ഓക്കെ, ഞാനിതൊക്കെ എൻ്റർ ചെയ്തു. തൊട്ട് താഴെയായിട്ട് സേവ് ബട്ടൺ കാണാം. നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതാ ഇവിടെ കാണാം, ആദ്യത്തെ ആളുടെ ആഡ് ചെയ്തിട്ട് ഈ രീതിയിൽ വന്നു. ഇതാണ് മെയിൻ ആള്. അതിനിപ്പോൾ രണ്ടാമത്തെ ആളുടെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ ഓണ്, അതുപോലെ തന്നെ സെൽഫിൽ ഓതറൈസ്ഡ് പേഴ്സണിന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പോർഷൻ കാണാം. ഇവിടുത്തത് കാണാം. ഒന്നാമത്തത് നമ്മൾ രണ്ടാമത്തെ ഓണറിൻ്റെ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ ഇമെയിൽ ഐ ഡി സെർച്ച് ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ, നമുക്ക് ആരിലേക്കാണ് ഓതറൈസ് ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിലാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ആദ്യം രണ്ടാമത്തെ ഓണറെ മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നു. ഇപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഈ രീതിയിൽ വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് പോവുക, ഡീറ്റെയിലും കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മളുടെ തൊട്ട് ലാസ്റ്റായിട്ട് കാണാം ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇതൊക്കെ വന്നിട്ടുണ്ടാവും. ബാക്കി ഉള്ള കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് പോവാം. നമ്മൾ ഓണർ ഡീറ്റെയിലൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഇനി ഓതറൈസ്ഡ് പേഴ്സൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുന്നു. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള പേജ് വരാം. നമ്മൾ മൊത്തമായിട്ട് ഡീറ്റെയിലൊക്കെ എൻ്റർ ചെയ്യുക. നേരത്തെ എൻ്റർ ചെയ്ത പോലെ തന്നെ ഡീറ്റെയിലും കാര്യങ്ങളും, അതായത് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, സോണൽ ഓഫീസ്. സോണൽ ഓഫീസിൽ മെയിൻ ഓഫീസായിട്ട് ക്ലിക്ക് ചെയ്യുക. നേരത്തെ അലൈൻ ഇഷ്യൂക്കായിരുന്നു ക്ലിക്ക് ചെയ്യുക. ഒഴിവാക്കിയിട്ട് മെയിൻ ഓഫീസ് തന്നെ ആഡ് ചെയ്യുക. നമ്മൾ ഓണറെ ആഡ് ചെയ്തു, ഓണറെ ഡീറ്റെയിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം ഓതറൈസ്ഡ് പേഴ്സൺ ഡീറ്റെയിലും കൂടി നമ്മൾ എൻ്റർ ചെയ്തു. അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്തു. ഇവിടെ കാണുന്ന ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡീറ്റെയിൽ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിനുശേഷം നേരത്തെ ഞാൻ എൻ്റർ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ അലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കൊടുത്തത് നമ്മൾ മെയിൻ ഓഫീസിൽ നിന്ന് എൻ്റർ ചെയ്യുന്നു.
അങ്ങനെ എൻ്റർ ചെയ്തിട്ടാകുമ്പോൾ നമ്മുടെ വാർഡ് നമ്പറൊക്കെ വീണ്ടും എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ പേജ് വന്ന് നമുക്ക് രണ്ടാണ്, നമ്പർ ഓഫ് ദ ഓണർ രണ്ടായി. നമുക്ക് ഇനിയും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്പർ ഓഫ് ദ ഓണർ 3 ആണെങ്കിൽ നമുക്ക് ആദ്യം 3 ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3 ആളുടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ അടുത്ത പേജിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓണർമാർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട രീതി. അതായത് ഓതറൈസ്ഡ് പേഴ്സൺ ഒരാളിലേക്ക് ചുരുക്കിക്കൊണ്ട്, അതായത് നമ്മളിപ്പോൾ OTP പോകുന്നത് 5 പേര് ഉണ്ടെങ്കിൽ, 5 ഓണർമാരുണ്ടെങ്കിൽ 5 പേരിൽ നിന്നും ഒരാളിലേക്ക് ഓണർ OTP ചുരുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് പെർമിറ്റ് വരുന്ന സമയത്ത് 5 ആളുടെയും പേര് വരും. അതായത് ഓണർമാർ എത്രയാണോ അത്ര ആളുടെയും പേര് വരും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ 2 ആളുടെ കാണിച്ചു. ഞാൻ 3 ആൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു എററും കൂടി കാണിച്ചു തരാം, വരുന്ന എറർ. നമ്മൾ പ്ലോട്ട് ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തായിട്ട് നമുക്ക് ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ഒരു പോർഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു നമ്മൾ 2 പേരുണ്ട് ഓണർമാർ. നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു എറർ വരാം. ഓതറൈസ്ഡ് പേഴ്സൺ കൗണ്ട് ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ അറ്റാച്ച് കൗണ്ട് മിസ് മാച്ച് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഓതറൈസ്ഡ് പേഴ്സന്റെ PDF, അതായത് നമ്മൾ ആ PDF അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു എറർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. അടുത്ത നമ്പർ ഓഫ് ദ ഓണർ 3 ആൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത്. അടുത്തത് നമ്മൾ 3 പേര് ഓണർമാർ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ, അതുപോലെ തന്നെ 4 പേരുണ്ടാകുമ്പോൾ. 3 പേരുണ്ടത് കാണിച്ചപ്പോൾ, 3 ഓണർമാർ ഉണ്ടാകുന്നത് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ നമ്പർ ഓഫ് ദ ഓണർ 2 ആണുള്ളത്. അപ്പം ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ 3 ആക്കുന്നു. ഓക്കെ, എന്നിട്ടത് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് എത്തി. അതിൽ നമ്മൾ ഡോക്യുമെന്റിൽ നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഓണർ 2 കൊടുത്തു. നമ്മളിത് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്ത്, അതിൻ്റെ താഴെ തന്നെ ഇത് വന്ന് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കാണാം ഒരു എറർ. നമ്മൾ 3ാമത്തെ ആളെ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ 3ാമത്തെ ആളെ ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ആളെ നമ്മൾ സെർച്ച് ചെയ്തു. നമുക്ക് ഈ രീതിയിലുള്ള ഇത് വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് 3ാമത്തെ ആൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ 2 ഓണർമാർ മുനിസിപ്പാലിറ്റി മേഖലയിലായിരുന്നു. അപ്പോൾ നമ്മളിത് അടുത്ത 3ാമത്തെ ഓണർ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവിടെ താഴെയുള്ളതിൽ ഇമെയിൽ ID ഇല്ല. അപ്പം നമ്മൾ മാനുവലായിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്ത് പോകുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ സക്സസ്ഫുള്ളി സേവ്ഡ് 3ാമത്തെ ആളുടെ. ഇപ്പോൾ നമ്പർ ഓഫ് ഓണർ 3 ആയി. 3 പേരുടെ ഡീറ്റെയിൽ എൻ്റർ. നമ്പർ ഓഫ് ദ ഓണർ 3 പേരായി. 3 ആളുടെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എൻ്റർ ചെയ്തു. 1 2 3. ഇനി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ അടുത്ത
പേജിലേക്ക് പോകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓണർമാരെ ആഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ആൾ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ രീതിയിൽ ഇപ്പം രണ്ടാമത്തെ ആൾ ഓതറൈസ്ഡ് പേഴ്സണായി, ഫസ്റ്റത്തെ ആൾ മെയിൻ, രണ്ടാമത് ഓതറൈസ്ഡ് പേഴ്സണായി, മൂന്നാമത്തെ OTP പോകുന്ന മൂന്നാമത്തെ വെരിഫൈ ചെയ്യുന്ന രീതി തന്നെയായി. അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ ആളും കൂടി നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ അതിൽ പോയി നമ്മൾ ഇവിടെ എഡിറ്റ് ബട്ടൺ ഓണർ ഡീറ്റെയിൽ എടുത്തു. എന്നിട്ട് ഞാനിവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുത്തു, എഡിറ്റ് ബട്ടൺ കൊടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡീറ്റെയിൽ വരാം. ആദ്യം നമ്മുടെ ഓണർ ഡീറ്റെയിലൊക്കെ വരും. അതിനുശേഷം രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓതറൈസർ ഡീറ്റെയിൽ. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സെർച്ച് ആൻഡ് ആഡ് ഓതറൈസ്ഡ് പേഴ്സൺ. അതിൽ നമ്മൾ സെയിം ആസ് പ്രീവിയസ് ഓതറൈസ്ഡ് പേഴ്സൺ. അപ്പോൾ ഈ റെഡിൽ കാണുന്ന റെക്റ്റാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഓതറൈസ്ഡ് പേഴ്സൺ. അപ്പോൾ നേരത്തെ കൊടുത്ത ഓതറൈസ്ഡ് പേഴ്സൺ തന്നെ വരും. നമ്മളിത് ആഡ് ചെയ്യുന്നു. താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണാം. ഇവിടെ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൂന്ന് പേരുമായി. അപ്പോൾ നമ്മളിതിന് പ്രൊസീഡ് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എറർ വരാം, ഓതറൈസ്ഡ് പേഴ്സൺ കൗണ്ട് മിസ്മാച്ച്. എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ PDF അപ്ലോഡ് ചെയ്തത് ഒരു പ്രാവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓണർമാർ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 3 ഓണറുണ്ട്. ഒരാളിലേക്ക് നമ്മൾ ബാക്കിയുള്ള 2 പേര് 2 ഓണർമാർ എന്ത് ചെയ്യുന്നു, ആ ഫസ്റ്റത്തെ ആളിലേക്ക് തന്നെ ഓതറൈസ് ചെയ്യുന്നു. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത് പോകണം. അതായത് ഓതറൈസേഷൻ ലെറ്റർ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഒരു പ്രാവശ്യമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്യണം. ഞാൻ അതിനുവേണ്ടി നേരെ പ്ലോട്ട് ഡീറ്റെയിലേക്ക് പോകുന്നു. സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ വെദർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡോക്യുമെന്റ് ടൈപ്പ് ഓതറൈസ്ഡ് പേഴ്സൺ. അതിനുശേഷം ഞാൻ ഡാറ്റ അപ്ലോഡ് ചെയ്ത്, അപ്പോൾ ഇതുപോലെ വന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത പേജിലോട്ടേക്ക് പോകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ നമ്പർ ഓഫ് ദ ഓണർ ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ 5 ഓണർമാരുണ്ടെങ്കിൽ 5 ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ലെറ്റർ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. 4, അതായത് ടോട്ടൽ 5 ഓണർമാരാണ്. അപ്പോൾ ഒരാളിലേക്ക് നമ്മൾ ചുരുക്കുമ്പോൾ നമുക്ക് 4 പ്രാവശ്യം നമ്മൾ 4 ആൾ 5ാമത്തെ ആൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് ബാക്കിയുള്ള 4 പേരും ഓതറൈസേഷൻ കൊടുക്കുന്നു. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ ഓതറൈസേഷൻ്റെ ലെറ്റർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ട രീതി. പുതിയ ഇൻഫോർമേറ്റീവായ K-Smartലെ പുതിയ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ, അതുപോലെ തന്നെ പുതിയ അപ്ഡേഷനും അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.